എന്നെ ഏറ്റവും കൂടുതൽ എന്റെ ഹൃദയത്തെ ഹഠാതാകർഷിപ്പിക്കുന്ന, എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം അത് ആരുടേതാണെന്ന് പറയാൻ പറ്റുമോ സഹാബത്തിൽ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിൽ കൂടിയവരോടുള്ള ഒരു ക്വസ്റ്റ്യൻസ്, ആരുടേതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം? സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിൽ പലരും പലതരത്തിലുള്ള മറുപടി പറയുന്നത് സ്വാഭാവികമാണെങ്കിൽ അതേ തരത്തിലൊരു മറുപടി സഹാബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അല്ല അമ്പിയാക്കളായി ഉടനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്പിയാക്കളുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും മാലാകമാർ മുഖേന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. പിന്നീട് സഹാബത്ത് പറഞ്ഞു, എന്നാൽ അസ്സുദ്ദീഖൂന, അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള ഉന്നത ശീർഷകരായ മഹാരഥന്മാർക്ക് ആ നിലയ്ക്ക് തങ്ങളെ അവരെ നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്തിക്കൂടെ? അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സിദ്ദീഖുകളുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട്? അവരെന്റെ സമകാലീനരാണ്, അവരെന്റെ സമീപസ്ഥരാണ്. എന്നിൽ നിന്ന് വ്യക്തമായി എല്ലാം പഠിച്ചും കേട്ടും മനസ്സിലാക്കിയും അറിഞ്ഞും എന്നെ കൊണ്ട് വിശ്വസിച്ചും അവരുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിറഞ്ഞ സദസ്സിനോട് പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തുന്ന വിശ്വാസം ആരുടേതാണെന്ന് ഞാൻ തന്നെ പറയാം. ഖൗമുൻ, ഒരു വിഭാഗം ആളുകളാണ്. യുഹ്തൂന ബഅദി, അവർ എനിക്ക് ശേഷം വരുന്നവരാണ്. ലം യറൗനി, അവരെ ഞാൻ കണ്ടിട്ടില്ല. വലം യസ്മഉ ഖൗലി, അവർ എന്റെ വാക്കുകൾ കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ളവർ ആരാണ്? ഹബീബിനെ കണ്ടിട്ടില്ല, ഹബീബിനെ കേട്ടിട്ടില്ല, കേൾക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള പിൽക്കാലത്ത് വരാനിരിക്കുന്ന വിഭാഗം ആളുകൾ ഖൗമുൻ, ഒരു വിഭാഗമാണ്. ലം യുഹ്തു ബഅദി, അവർ എനിക്ക് ശേഷം അവർ ഖൗമുൻ ഒരു വിഭാഗമാണ്. ലം യറൗനി, അവരെ ഞാൻ കണ്ടിട്ടില്ല. വലം യസ്മഉ ഖൗലി, എന്റെ വാക്കുകൾ അവർ കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള വിഭാഗം ആളുകൾ അവരാരാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യജിദൂനനി ഫീ കുതുബിഹിം റൂഫ. പിൽക്കാലത്ത് എന്നെ അവർ പഠിച്ചത്, എന്നെ അവർ മനസ്സിലാക്കിയത്, എന്നെ അവർ സ്നേഹിച്ചത്, എന്നെ അവർ ഉൾക്കൊണ്ടത് എങ്ങനെയെന്നറിയോ? അവർ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ, വിശുദ്ധമായ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ, ഉസ്താദുമാരുടെ നാവുകളിലൂടെ അക്ഷരമാല ക്രമത്തിൽ എന്നെ കുറിച്ച് പഠിച്ചു. ഞാനിപ്പോ നിങ്ങളോട് റസൂലുള്ളാഹിനെ കുറിച്ച് മദ്രസയിൽ പോയാൽ മദ്രസയിൽ ഉസ്താദ് പഠിപ്പിക്കുന്നു. ഫത്ഹുൽ മുഈനിന്റെ ഇബാറത്തിൽ കാണാം, ബാവൽ വാജിബിനല്ല ബാബ്. മാതാപിതാക്കൾക്ക് ആദ്യമായി മക്കൾക്കുള്ള നിർബന്ധ ഘടകമായ കാര്യങ്ങളിൽ പറഞ്ഞത് ഒന്ന്, വഅവ്വൽ വാജിബിനൽ ആബാഉ തഅലീമുഹു, ആ മക്കളെ പഠിപ്പിക്കലാണ്. അന്ന നബിയന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിപ്പിക്കുക. എവിടെയാണ് റസൂൽ ജനിച്ചത്, എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനം തുടങ്ങിയത്, ആരാണ് റസൂലുള്ളാഹിന്റെ ഉമ്മ, ആരാണ് റസൂലുള്ളാഹിന്റെ വാപ്പ, ഇങ്ങനെ അക്ഷരക്രമത്തിൽ, അക്ഷരമാല ക്രമത്തിൽ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ച് നേരിട്ട് കാണാനും കേൾക്കാനും ഭാഗ്യം ലഭിക്കാതെ പോയ ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇതിലെല്ലാം ഉൾക്കൊണ്ട് ഇരിക്കുന്ന സദസ്സിലെ മുഹബ്ബീങ്ങളായ നിരവധി തിരക്കുകൾക്കിടയിലും നബിയുടെ മജ്‌ലിസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ എത്തി സാന്നിധ്യം അറിയിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ടാകാതിരിക്കില്ല. കാരണം എനിക്ക് ശേഷം വരുന്നവരാണ്. നമ്മൾ ആരും ഹബീബിനെ കണ്ടിട്ടില്ല, ഹബീബിൽ നിന്നൊന്നും കേട്ടിട്ടില്ല. മാത്രമല്ല നമ്മളൊക്കെ കണ്ടത് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ഉസ്താദുമാരുടെ വായിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കളുടെ നാവിൽ നിന്ന്, മദ്രസയിലെ കായികകളിൽ നിന്ന് ഒക്കെ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വാക്ക് ഹബീബ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് കാത്തു നിൽക്കുകയാണ് പ്രതീക്ഷയോടെ. നമ്മൾ ഇവിടെ ജീവിക്കുന്നു, പക്ഷേ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ്? ദാഹിച്ച പരവശ ദാഹം കൊണ്ട് വിഷമിച്ച് വിഷണ്ണരായി കഴിയുന്ന തന്റെ കാലക്കാരല്ലാത്ത പിൽക്കാലത്ത് വരുന്ന തന്നെ കൊണ്ട് വിശ്വസിച്ച ആ വിശ്വാസികൾക്ക് ഒരു നേരത്തെ വെള്ളം കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കാത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ കരുണ എത്രമാത്രമാണെന്ന് നമുക്ക് വിലയിരുത്താം. അവിടുത്തെ ജീവിതം തന്നെ എന്തിനേറെ വഫാത്തിന്റെ സമയത്ത് പറയുന്നു, റസൂലുള്ളാഹി ലോകത്തോട് വേർപെടാൻ പോകുന്ന സമയത്ത് വഫി ആഖിരി കലാമിഹി ഹറക ശഫതൈനി മറതൈൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വാചകം എന്തായിരുന്നു? വഫി ആഖിരി കലാമിഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വാചകം അവിടുത്തെ ചുണ്ട് ചെറുതായി ചലിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൊൻവിതർമ്മ ചുണ്ടിലേക്ക് എന്റെ കാലുകളെ കുറിപ്പിച്ചപ്പോൾ ഞാൻ കേട്ടത് സമയത്തുഹു
വളരെ ലോലമായിട്ട് അവസാനത്തെ വാചകമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോടുള്ള ആ വിടവാങ്ങലിന്റെ നിമിഷത്തിൽ അവസാനമായി പറഞ്ഞത് ഉമ്മത്തി എന്ന് മാത്രമാണ്. ആ രണ്ട് വാക്കുകൾ ഉച്ചരിച്ചിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒരു പ്രവാചകനും ഉമ്മത്തെന്ന് വിളിച്ച് വിട പറഞ്ഞു പോയ ഒരു ചരിത്രവും ഉണ്ടായിട്ടില്ല. ചരിത്രങ്ങളിൽ അത് കാണാനും സാധ്യമല്ല. തീർന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ രംഗം മദാരിജുൻ നുബുവ പോലുള്ള ഗ്രന്ഥങ്ങളിൽ അടയാളപ്പെടുത്തിയത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരം ആ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഇറങ്ങുകയാണ്. ഖബറിലേക്ക് ഇറങ്ങിയിട്ട് മേൽ പലക കൊണ്ട് ആ പലകയെല്ലാം അടച്ചിട്ട് അവസാനം ഖബറിൽ നിന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു അവസാനമായി ഒന്ന് നോക്കിയേക്കാം, ഇനി ഒരു നോട്ടത്തിന് അവസരമില്ലല്ലോ. അവസാനത്തെ നോട്ടം അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ചുണ്ട് അപ്പോഴും ചലിക്കുകയാണ്. ഖബറിൽ വെച്ച ഹബീബിന്റെ ചെഞ്ചുണ്ട് ചലിച്ചത് ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായിട്ടില്ലയോ? അത്ഭുത പരതന്ത്രരായി ചുറ്റും കൂടിയ സഹാബത്ത് എന്താണ് റസൂലുള്ളാഹിന്റെ ചുണ്ട് ചലിക്കുന്നത്? അവസാനം അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ റസൂലുള്ളാഹി വഫാത്തായി കിടക്കുകയാണ്, സംശയമില്ല. പക്ഷേ അവിടുത്തെ ചുണ്ട് ചലിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യാ റബ്ബ് യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ ഉമ്മത്തി ഉമ്മത്തി എന്ന സംഭവം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബറിലേക്ക് ഇറക്കി വെച്ച നിമിഷം. മാത്രമല്ല മഹാന്മാരെ അടയാളപ്പെടുത്തുന്നു. നാളെ പരലോക യാത്രയിലെ പ്രവാചക പരിശ്രേഷ്ഠർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആനയിക്കുന്ന ആ രംഗങ്ങളെ കുറിച്ച് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയെ തേടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ 4 സംഘമാകുന്ന മലായികത്തുകൾ ചെന്നിട്ട് വിളിക്കുകയാണ്. ജിബ്രീൽ വിളിക്കുന്നു, മീകായിൽ വിളിക്കുന്നു, ഇസ്രാഫീൽ വിളിക്കുന്നു. അവസാനം അസ്റായിൽ അലൈഹിസ്സലാം, ചരിത്രം വിശാലമാണ്, വിശാലതയിലേക്ക് കടക്കുകയല്ല. അസ്റായിൽ വിളിക്കുകയാണ്, നബിയെ വിചാരണയുടെ നാളുകളാണ്, അള്ളാഹുവിന്റെ തിരുസമക്ഷത്തേക്ക് തങ്ങളെ ആനയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അവിടുന്ന് ഖബറിൽ നിന്ന് എഴുന്നേറ്റാലും അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ പൊട്ടിപ്പിളരുകയാണ്. പൊട്ടിപ്പിളർന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറോടെ എഴുന്നേറ്റിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ബശ്ശിർനി യാ ജിബ്രായീൽ, ബശ്ശിർനി യാ ജിബ്രായീൽ, ഓ ജിബ്രീലേ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കും, എന്നെ ഒന്ന് സന്തോഷിപ്പിക്കും. എന്താണ് നബിയെ സന്തോഷിപ്പിക്കേണ്ടത്? സ്വർഗീയ ഹൂറിമാരുടെ താരാട്ട് പാട്ടുകൾ കൊണ്ട് സ്വർഗലോകം അലങ്കരിക്കപ്പെട്ട ഈ വേളയിൽ പട്ടുടയാടകളുടെ പർദൂസയും ഇവാഉൽ ഹംദ് എന്ന കൊടിയുടെ അകമ്പടിയോടെ ബുറാഖ് എന്ന വാഹനത്തിന്റെ സാന്നിധ്യത്തിൽ തങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് തങ്ങളെ ബേജാറ്? അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥയാണ് എനിക്കറിയേണ്ടത്. ഇതേ രംഗം ആ ഖബറിൽ നിന്ന് പൊട്ടിപ്പിളരുന്ന സമയത്ത് ജിബ്രീലിനോട് ചോദിച്ച അതേ ചോദ്യം അസ്റായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വന്ന സന്ദർഭത്തിൽ മഹാന്മാർ അവിടുന്ന് എഴുതുന്ന അൽബിദായത്ത് വന്നിഹായിൽ അതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹിനെ പിടിക്കാൻ നിൽക്കുന്ന ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ. അപ്പോഴേക്ക് അസ്റായിൽ പറഞ്ഞു, ഒന്നാം ആകാശത്തേക്കാണ്, ഒന്നാം ആകാശത്തെ ആണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോ ജിബ്രീലിനെ കാണണം. അപ്പോഴാണ് അബത്ത ജിബ്രായീൽ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നാം ആകാശത്തു നിന്ന് ഇറങ്ങി റസൂലുള്ളാഹിന്റെ തലക്കുമ്പാത്തിരുന്നിട്ട് ഹബീബിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹി എന്തിനാണ് എന്നെ തിരക്കിയത്? അപ്പോഴാണ് പറഞ്ഞു, ജിബ്രീലേ നിനക്കറിയോ ഞാൻ എന്റെ വിടവാങ്ങലിന്റെ നിമിഷത്തിലാണുള്ളത്, എന്റെ ഉമ്മത്തിനെ വേർപെടാൻ പോവുകയാണ്, എന്റെ ഉമ്മത്തിനെ വേർപെടാൻ പോവുകയാണ്. ഈ നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്, അതിനെ സംബന്ധിച്ച് ബശ്ശിർനി എനിക്ക് സന്തോഷവാർത്ത അറിയിച്ചു തരും. എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ അറിയാതെ ഞാൻ വ്യാകുലപ്പെട്ട് എന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയാണ്, വ്യസനിക്കുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ വിഷമിക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആദ്യം സ്വർഗത്തിൽ നിങ്ങളാണ് കടക്കുന്നതെങ്കിൽ സമുദായം എന്ന നിലയ്ക്ക് ആദ്യം കടക്കുന്ന വിഭാഗവും തങ്ങളുടെ സമുദായമാണ്. ഇത് കിട്ടിയപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബ ഖൽബി വസാല ഗമ്മി, എന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി, ഇപ്പോഴാണ് ഞാൻ സംതൃപ്തിയായത്. അതുകൊണ്ട് ഇതിന് മിന്നി അസ്റായിൽ അടുത്തേക്ക് വരും, റൂഹിനെ പിടിക്കൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുക്കുന്നത്. ഇതൊക്കെ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഒരു ചിത്രമാണെങ്കിൽ ഈ ചിത്രമായിരിക്കണം ഇനിയുള്ള എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ പിടിച്ചിടേണ്ടത്. ചിന്തിക്കുമ്പോൾ നിസ്കാരത്തിന്റെ വിഷയം പള്ളിയിൽ നിന്ന് വാങ്ങു കൊടുക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാനും മോശ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കൽബിനെ വല്ലാതെ എപ്പോഴെങ്കിലും അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ കടന്നു വരണം ഇങ്ങനെയുള്ള ചിന്ത. എനിക്ക് മുമ്പേ കടന്നുപോയൊരു നേതാവ് എനിക്ക് വേണ്ടി കരഞ്ഞുപോയ നിമിഷം ഉണ്ടായിട്ടുണ്ട്, എന്നെ ഓർത്ത് എന്നെ കാണാൻ ആഗ്രഹിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിനങ്ങൾക്ക് മുമ്പ് കരഞ്ഞ രംഗം
ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അഷ്ഫ ബി തഅരീഫി ഹുഖൂഖുൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ലവദിത്തു അന്നി ലൗ റഅയ്തു ഇഖ്വാനി, അല്ലാഹ് എന്റെ സഹോദരന്മാരൊന്ന് കണ്ടിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോഴാണ് സഹാബത്ത് അവലസ്നായി ഇഖ്വാനി, ഞങ്ങളല്ലേ സഹോദരന്മാർ, പിന്നെ എന്തിനാണ് കരയണം? അപ്പോഴാണ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞത് ലസ്തും ബി ഇഖ്വാനി, നിങ്ങൾ എന്റെ സഹോദരന്മാരല്ല, വലാകിന്നകും അസ്ഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരാ. എന്റെ സഹാബത്ത് എന്ന് പറഞ്ഞ് ഞാൻ കരയുന്നത് ആർക്ക് വേണ്ടി എന്നറിയോ? എനിക്ക് ശേഷം എന്നെ കാണാതെ എന്നെ കേൾക്കാതെ പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഒരു വിഭാഗം, ഈ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്തിട്ടാണ് മദീനയുടെ നായകൻ വഫാത്തിന്റെ 2 ദിനങ്ങൾക്ക് മുമ്പ് കരഞ്ഞു പോയത് എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിലെ ആ വായന വായിക്കുമ്പോൾ നമ്മുടെ കൽബുകളിൽ മുഹമ്മദ് റസൂലുള്ളാഹി ഹറാമായ കാര്യങ്ങളിലേക്ക് മനസ്സ് വല്ലപ്പോഴെങ്കിലും ഒക്കെ ചായാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, മോശത്തരം കൊണ്ടാണ് കൽബെപ്പോഴും നമ്മോട് കൽപ്പിക്കുന്നത്. അങ്ങനെ ചായാൻ സാധ്യത വരുന്ന ടൈമിൽ ഓർക്കണം, എനിക്ക് വേണ്ടി കരഞ്ഞു പോയ ഒരു നേതാവ് ഉണ്ടായിരുന്നു, എനിക്ക് വേണ്ടി വിലപിച്ച ഒരു നേതാവ്, അസ്രായിൽ വന്നപ്പോ എന്റെ കാര്യം തിരക്കിയ ഒരു നേതാവ്, മാത്രമല്ല നാളെ എനിക്ക് വേണ്ടി ഹൗദുൽ കൗസൽ കാത്തു നിൽക്കുന്ന ഒരു നേതാവ്. എല്ലാം മാറ്റി ത്യാഗങ്ങളിലൂടെ കടന്നുപോയി പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സന്തോഷത്തോടെ പ്രതിസന്ധി ഘട്ടങ്ങളെ പൂമാല പോലെ സ്വീകരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട്